വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഓർമ്മിക്കുക, ഈശോ വന്നത് മനുഷ്യർക്ക് ജീവൻ നൽകുവാനാണ്. ശാരീരികമായി ജീവനുള്ളവരുടെ അടുത്തേക്കാണല്ലോ ഈശോ വന്നത്. ഈശോ നൽകുന്നത് നിത്യജീവനാണ്. ഈ നിത്യജീവൻ എന്താണെന്ന് ഈശോ പ്രാർത്ഥനയിൽ തന്നെ വ്യക്തമാക്കുന്നു. നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ സത്യദൈവമായ പിതാവിനെയും അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായെയും അറിയുകയും സ്നേഹിക്കുകയും അവരുമായി ഐക്യപ്പെടുകയും ചെയ്യണം. ഈ ദൈവൈക്യമാണ് നിത്യജീവന്റെ അന്തസത്ത. ദൈവൈക്യത്തിൽ വളരുന്ന സമൂഹമാകുവാനാണ് സഭാംഗങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ത്രിത്വേക ദൈവവുമായുള്ള കൂട്ടായ്മയിൽ വളരുന്ന സമൂഹമാണ് സഭ. ത്രിത്വേക കൂട്ടായ്മയുടെ ആഘോഷവും അതിൽ വളരാനുള്ള മാർഗവുമാണ് പരിശുദ്ധ കുർബാനയർപ്പണം. പരിശുദ്ധ കുർബാനയെ ജീവന്റെ അപ്പം എന്നാണ് ഈശോ വിശേഷിപ്പിക്കുന്നത്. പിതാവായ ദൈവം അയച്ചവനെയും അഥവാ ദൈവമനുഷ്യനായ ഈശോയെയും അറിയണം, സ്നേഹിക്കണം, അവിടുന്നുമായി ഐക്യപ്പെടുകയും വേണം. ഈശോയെ അറിയുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അറിയുക എന്നാണ്. കാരണം മനുഷ്യത്വം സ്വീകരിച്ച ദൈവമാണ് ഈശോ. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈശോയെ സ്നേഹിക്കുന്നവർ. എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ വാക്കുകൾ ഇതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ മനുഷ്യ സ്നേഹം നമുക്ക് സാധ്യമാകുന്നത് നാം ഈശോയിൽ പരസ്പരം ഒന്നായി തീരുമ്പോഴാണ്. അപ്രകാരം നാം ഈശോയിൽ ഒന്നായി തീരുന്നതും പരിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാനയിലൂടെ നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവനേകാൻ അപ്പമായി ഭൂവിൽ എത്തിയിടും ദിവ്യ സ്നേഹമേ, അത്യുന്നതനാകും നിന്നാഗമനം പ്രത്യാശയോടെ കാത്തിരിക്കൂ. നിത്യജീവനേകാൻ അപ്പമായി ഭൂവിൽ എത്തിയിടും ദിവ്യ സ്നേഹമേ, അത്യുന്നതനാകും
ഹൃദയത്തിനുള്ളിൽ അങ്ങേയ്ക്കായി സക്രാരി ഞാനൊരുക്കിയിടാം. എൻ്റെ ഹൃദയത്തിനുള്ളിൽ അങ്ങേയ്ക്കായി സക്രാരി ഞാനൊരുക്കിയിടാം. അതിൽ നീയണയും പിന്നെ എൻ ഹൃദയം ഒരു സ്വർഗീയ സുന്ദരഗേഹം. അതിൽ നീയണയും പിന്നെ എൻ ഹൃദയം ഒരു സ്വർഗീയ സുന്ദരഗേഹം. യേശുവേ നിന്റെ ഹൃദയത്തിൻ രാജാവേ, എഴുന്നള്ളി വരണേ ദൈവപുത്ര, നിന്നിലലിഞ്ഞലിഞ്ഞൊന്നാകുവാൻ. സമ്പൂർണമായി നിന്നെ സ്നേഹിക്കുവാൻ, നിൻ സാക്ഷ്യമേകിടുവാൻ. സമ്പൂർണമായി നിന്നെ സ്നേഹിക്കുവാൻ, നിൻ സാക്ഷ്യമേകിടുവാൻ. എൻ്റെ മിശിഹായേ, എൻ്റെ ദൈവമേ, നീ എന്നുമെന്നും കൃപയേകൂ. എൻ്റെ മിശിഹായേ, എൻ്റെ ദൈവമേ, നീ എന്നുമെന്നും കൃപയേകൂ. യേശുവേ നിന്റെ ഹൃദയത്തിൻ രാജാവേ, എഴുന്നള്ളി വരണേ ദൈവപുത്ര, നിന്നിലലിഞ്ഞലിഞ്ഞൊന്നാകുവാൻ. എന്നും എന്നോടു ചേർന്നു വസിച്ചിടാൻ, സ്നേഹത്തിൻ്റെ കൂദാശയായി നീ. എന്നും എന്നോടു ചേർന്നു വസിച്ചിടാൻ, സ്നേഹത്തിൻ്റെ കൂദാശയായി നീ. കരുണാമയനേ പരിപൂജിതനേ, നിന്നെ ആരാധിച്ചിടുന്നു ഞാൻ. കരുണാമയനേ പരിപൂജിതനേ, നിന്നെ ആരാധിച്ചിടുന്നു ഞാൻ. നിത്യജീവനേകാൻ അപ്പമായി